സുഹൃത്തുക്കളെ, റഷാദീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഉത്രാടപ്പാച്ചിൽ നാളെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമറാണ് നമ്മുടെ അണ്ണനും ചേച്ചിയും. എന്ത് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ഓണത്തിന്റെ പരമാവധി അവരെ കൊണ്ട് എടുക്കാൻ പറ്റിയ ഐറ്റങ്ങൾ അല്ലേ, മക്കൾക്കെല്ലാം എടുത്താ എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് ഒരു പെട്ടെന്ന് പോകാനായിട്ട് തിരക്കിന്റെ ഇടയ്ക്ക് നോക്കി പോയതാണ്. നമ്മൾ പോകല്ലേ എന്നും പറഞ്ഞ് 2 മിനിറ്റിലെ നിർത്തി നമ്മുടെ കസ്റ്റമർ ഒന്ന് ഒതുങ്ങിയ സമയം നോക്കി പെട്ടെന്ന് നമ്മുടെ മോസിനായും നമ്മുടെ അശ്വതിയും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഗിഫ്റ്റ് അശ്വതിയാണ് കൊടുക്കുന്നത്. അശ്വതിയെ പലരും നമ്മുടെ രീതിയിലൊക്കെ ചോദിക്കുന്നത് എന്തേ അശ്വതിയെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കാത്തതെന്ന്. കണ്ടോ, അശ്വതി ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ പർച്ചേസ് ഒക്കെ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഐറ്റംസുകളൊക്കെ കിട്ടിയാ? തിരക്കിന്റെ ഇടയ്ക്ക് എടുത്തു തരാനൊക്കെ വല്ല ബുദ്ധിമുട്ടും വന്നോ? ഐറ്റങ്ങളൊക്കെ കിട്ടിയാ? മക്കൾക്കൊക്കെ പാന്റും ഷർട്ടും ഒക്കെ നല്ല നമ്മുടെ റേറ്റിനൊത്ത് കിട്ടിയാ? കിട്ടി. വേറെന്താ എടുത്ത്? ടോപ്പൊക്കെ എടുത്താ? ഇഷ്ടം പോലെ എടുത്ത എല്ലാം, ടോപ്പും ഷർട്ടും മുണ്ടും റേറ്റ് നമ്മുടെ ഇതിന്റെ അകത്ത് ഒത്ത് നിന്നാ? വലിയ കൂടുതലായിട്ട് വല്ലതും തോന്നിയെങ്കിൽ പറയാ കേട്ടോ. തോന്നിയില്ലല്ലോ. സാധനങ്ങളും ഇഷ്ടപ്പെട്ടോ? തുണിത്തരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി നമ്മുടെ ഷോപ്പിൽ വരണം. അല്ല, ആദ്യമായിട്ടല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ദൂരെ ഉള്ളവർക്കൊക്കെ നമ്മുടെ ഷോപ്പിന്റെ ആ അവസ്ഥ അറിയില്ലല്ലോ. ഒരു വീഡിയോ കണ്ടുള്ള പരിചയം ഞങ്ങൾ പറഞ്ഞു കേട്ടുള്ളതല്ലേ ഉള്ളൂ. എങ്കിലും നമ്മുടെ കസ്റ്റമർ പറയുമ്പോഴാണല്ലോ അവർക്ക് കുറച്ചുകൂടെ അല്ലേ ബോധ്യമാവുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ ഉത്രാടമാണ്, മറ്റേത് തിരുവോണമാണ് അല്ലേ. അപ്പൊ ഇനി സദ്യ ഒരുക്കാനുള്ള ഇനി ഒരു വർക്കം കൂടെ വരണം. അതെ, തീർച്ചയായിട്ടും വരണം. ഓക്കെ, ഹാപ്പി ആവണം.